മോർഫ് ചെയ്ത് ടെലിഗ്രാം വഴിയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയും പ്രചരിച്ചത് നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ. ഇരിയണ്ണി ബേപ്പ് നിട്ടൂർ മുലയിലെ പി അനൂപിന്റെ അറസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ നിന്നും മറ്റു മാർഗങ്ങളിലൂടെയും ശേഖരിച്ച ഫോട്ടോകളാണ് മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി അനൂപ് പ്രചരിപ്പിച്ചത്. സ്വന്തം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി കണ്ട പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തിയതോടെ യുവാവ് കുടുങ്ങിയത്. സൈബർ ലോകത്ത് പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് കാസർഗോഡ് അരങ്ങേറിയിരിക്കുന്നത്. സ്റ്റുഡിയോ ക്യാമറമാനായ ഇരിയണ്ണി ബേപ്പ് നിട്ടൂർ മൂലയിലെ പി അനൂപ് എന്ന യുവാവ് മോർഫ് ചെയ്ത് ടെലഗ്രാം വഴിയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയും പ്രചരിപ്പിച്ചത് നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ്. യുവതികളുടെയും പെൺകുട്ടികളുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്നും മറ്റു മാർഗങ്ങളിലൂടെയും ശേഖരിച്ച 32ലധികം ഫോട്ടോകളാണ് അനൂപ് മോർഫ് ചെയ്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ ചിത്രങ്ങൾ നഗ്നരൂപത്തിലാക്കി ടെലഗ്രാം വഴിയും മറ്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയും പ്രചരിപ്പിക്കുകയായിരുന്നു. ചില പുരുഷന്മാരുടെ ഫോട്ടോകളും യുവതികളുടെ ചിത്രങ്ങൾക്കൊപ്പം ചേർത്ത് അശ്ലീല രൂപത്തിൽ നിർമ്മിച്ചതായും പരാതികളുണ്ട്. സ്വന്തം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി കണ്ട പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. മാർച്ച് 11 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലായാണ് യുവതികളുടെ ചിത്രങ്ങൾ പ്രതി ദുരുപയോഗം ചെയ്തത്. ഇവരുടെ അറിവോ സമ്മതമോ കൂടാതെ കൈക്കലാക്കിയ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി മാറ്റുകയും തുടർന്ന് ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് കേസ്. പ്രതി അയാളുടെ പേര് അനൂപ് എന്നാണ്. അയാൾ നമ്മുടെ ആദൂർ പോലീസ് സ്റ്റേഷനകത്ത് താമസിക്കും. ഇരിയണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശവാസികളുടെ തന്നെ ഫോട്ടോകൾ ഈ മോർഫ് ചെയ്തിട്ട് വിവിധ സമൂഹ മാധ്യമങ്ങൾ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നു. അതിനകത്ത് ആ നാട്ടുകാരായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. പിന്നെ അതേ ഗ്രൂപ്പിൽ തന്നെ ഈ പുരുഷന്മാരുടെ ഫോട്ടോസും പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പരാതികൾ വന്നു. നമ്മളങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പം അങ്ങനെ അത് പ്രചരിപ്പിച്ച സമൂഹ മാധ്യമങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചു. അപ്പം നമുക്ക് ഈ പ്രതിയിലേക്ക് നയിക്കുന്ന ഡീറ്റെയിൽസ് കിട്ടി. അതിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു. അങ്ങനെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടിയ പരാതി ആദ്യം ഒരു പരാതിയായിരുന്നു. അത് പ്രകാരമാണ് കേസെടുത്തത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ അതും കൂടാതെ മറ്റ് നിരവധി ആളുകളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് പരാതി കിട്ടിയിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിയുടെ കൂടെ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ടെലിഗ്രാം പോലുള്ള ഗ്രൂപ്പുകൾ ഇങ്ങനെ മറ്റ് ഗ്രൂപ്പുകൾ വല്ലതും ഉണ്ടോ എന്ന് കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് നമ്മൾ ടെലിഗ്രാമിനും അതുപോലെ തന്നെ മറ്റ് സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾക്ക് നമ്മൾ ഔദ്യോഗികമായിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് മറുപടി കിട്ടുന്ന മുറയ്ക്ക് ബാക്കിയുള്ള ആളുകളെ പ്രതിയെ ചേർത്ത് അന്വേഷണം നടത്തുന്നതായിരിക്കും. പിന്നെ ഇന്ന് നമ്മൾ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഈ പ്രതിയുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 മൊബൈൽ ഫോണുകളും അയാളുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറും അതിൻ്റെ ഹാർഡ് ഡിസ്കുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പരിശോധനയ്ക്കായിട്ട് അയക്കുന്നുണ്ട്. അല്ല, അണ്ടറേജ് അല്ല. ഇപ്പം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതും പരാതി തന്നിരിക്കുന്നതും അഡൾട്ടായിട്ടുള്ള ആളുകളുടെയാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റൂല. അതാണ് അന്വേഷിക്കുമ്പോഴേ അറിയാൻ പറ്റൂ. കാരണം ഇതിനകത്ത് നിരവധി ആളുകളുള്ള ഗ്രൂപ്പുകളാണ്. അതിനകത്ത് ആരാണിത് എഡിറ്റ് ചെയ്തതെന്നും നിർമ്മിച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ പറയാൻ. സ്വാഭാവികമായിട്ടും അയാൾ പ്രദേശവാസിയാണ്. അയാളുടെ സമൂഹ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ ഫോട്ടോ ഉണ്ട്. പിന്നെ അയാൾക്ക് പരിചിതരായ ആൾക്കാരുടെ ഫോട്ടോ ഉണ്ട്. അപ്പൊ അതൊക്കെ അയാൾ ഈ ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അതാണ് മോശമാക്കി. ഇപ്പൊ നമ്മുടെ അന്വേഷണത്തില് ഇത് ഫോട്ടോകള് സാധാരണ ഫോട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ പ്രതിയാണ്. അതിനകത്ത് തന്നെയുള്ള മറ്റംഗങ്ങളായിരിക്കാം ഇത് ചിത്രീകരിച്ച് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് എടുക്കുന്നത്. അത് ഇയാളുടെ അറിവോടുകൂടി തന്നെ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ ഇയാൾ അങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യം. നിരവധി പെൺകുട്ടികളുടെ പരാതിയുണ്ട്, നാട്ടുകാരുടെ അല്ലാതെ ആണുങ്ങളുടെയും പരാതിയുണ്ട്. കാരണം അവരുടെയൊക്കെ ഫോട്ടോകൾ ഇങ്ങനെ ദുരുപയോഗിച്ചിരിക്കാന്നൊരു സംശയം അവർക്കുണ്ട്. അതുകൊണ്ട് അവരെല്ലാം നമുക്ക് പരാതി തന്നിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് കേസുകൾ ചേർത്ത് അന്വേഷിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 5-6 പരാതി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഈ കേസുമായി ചേർത്ത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഈ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതലായിട്ട് നമ്മൾ പ്രതിയെ ചേർക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അല്ലല്ല, പൈസ അല്ല, അയാളുടെ ഒരു മോഡസ് ആയിരിക്കും. കാരണം ഇങ്ങനെയുള്ള നിരവധി ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ രംഗത്തുണ്ട്. ടെലിഗ്രാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഗ്രൂപ്പുകളിൽ. അപ്പോൾ ഇത്തരം ആളുകളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുകയും അത് ആസ്വദിക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. യുവതികളുടെ പരാതിയെ തുടർന്ന് വിവിധ വകുപ്പുകൾ പ്രകാരമാണ് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് രജിസ്റ്റർ ചെയ്ത വിവരം അറിഞ്ഞതോടെ ഒളിവിൽ പോയ പ്രതിയെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
ഇൻസ്പെക്ടർ എച്ച് മുഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. SCPOമാരായ സവാദ് അഷ്റഫ്, സുധീഷ്, CPO നജ്ന, CPO വിപിൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയിൽ നിന്ന് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, 2 മൊബൈൽ ഫോണുകൾ, ഹാർഡ് ഡിസ്ക് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇതിലൂടെ കൂടുതൽ ഇരകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവം പുറത്തറിഞ്ഞതോടെ ആദൂർ മേഖലയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സ്ത്രീകളെ ലക്ഷ്യമിട്ട് സൈബർ അതിക്രമം നടത്തിയ പ്രതികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് നാട്ടുകാരും വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടു. പ്രതിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തതായും വിവരമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.